സംരക്ഷണത്തിന് ഇനി കൂടുതൽ കരുത്തുമായി മലിനീകരണ നിയന്ത്രണ കപ്പൽ ICGS സമുദ്രപ്രതാപ് കൊച്ചിയിലെത്തി. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച 2 കപ്പലുകളിൽ ആദ്യത്തേതാണിത്. ജനുവരി 5-ന് ഗോവയിൽ വെച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കപ്പൽ കമ്മീഷൻ ചെയ്തത്. ഫോർട്ട് കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ജെട്ടിയിൽ നടന്ന ചടങ്ങിൽ കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക മലിനീകരണ നിയന്ത്രണ കപ്പലായ ICGS സമുദ്രപ്രതാപ് കൊച്ചിയിലെത്തി. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച 2 കപ്പലുകളിൽ ആദ്യത്തേതാണിത്. കേരളം, മാഹി, ലക്ഷദ്വീപ് തീരങ്ങൾ ഉൾപ്പെടുന്ന കോസ്റ്റ് ഗാർഡ് ജില്ലാ ആസ്ഥാനം 4 കേന്ദ്രീകരിച്ചായിരിക്കും ഇനി സമുദ്രപ്രതാപിന്റെ പ്രവർത്തനം. ജനുവരി 5-ന് ഗോവയിൽ വെച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കപ്പൽ കമ്മീഷൻ ചെയ്തത്. സമുദ്രത്തിലെ മലിനീകരണ നിയന്ത്രണം, തീപിടുത്തം തടയൽ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ കപ്പൽ നിർണായക പങ്ക് വഹിക്കും. 114.5 മീറ്റർ നീളമുള്ള ഈ കപ്പലിന് മണിക്കൂറിൽ 22 നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. എണ്ണച്ചോർച്ച കണ്ടെത്താനും അവ നിയന്ത്രിക്കാനുമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ, ബ്രിഡ്ജ് സിസ്റ്റം, പവർ മാനേജ്മെന്റ് സിസ്റ്റം, ആധുനിക ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവ കപ്പലിലുണ്ട്. കൂടാതെ രക്ഷാപ്രവർത്തനങ്ങൾക്കും നിയമപാലനത്തിനുമായി ഒരു ഹെലികോപ്റ്ററിനെയും 4 അതിവേഗ ബോട്ടുകളെയും വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ചരിത്രത്തിലാദ്യമായി 2 വനിതാ ഓഫീസർമാരെ സ്ഥിരം സ്റ്റാഫായി നിയമിച്ചു എന്നത് ഈ കപ്പലിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ലിംഗസമത്വം ഉറപ്പാക്കുന്നതിലേക്കുള്ള കോസ്റ്റ് ഗാർഡിന്റെ വലിയൊരു ചുവടുവയ്പായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഫോർട്ട് കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ജെട്ടിയിൽ നടന്ന ചടങ്ങിൽ കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഗംഭീര ഓഫറാണ് സോൾട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ദ സോൾട്ട് ഫാഷന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.